നമസ്കാരം. പ്രധാന വാർത്തകൾ. സബ്സിഡി നിരക്കിൽ 13 ഇനങ്ങൾ, വൻ വിലക്കുറവ്. സപ്ലൈകോ ഓണച്ചന്ത ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ EK നയനാർ പാർക്കിൽ നിർവഹിക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ, MLA-മാരായ ആന്റണി രാജു, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയി, VK പ്രശാന്ത് എന്നിവരും പങ്കെടുക്കും. സപ്ലൈകോ സബ്സിഡി, നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൈത്തറി, കുടുംബശ്രീ, മിൽമ ഉൽപ്പന്നങ്ങളും പച്ചക്കറിയും പ്രത്യേക സ്റ്റാളുകളിൽ ലഭ്യമാകും. കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലുള്ള കാസ്കോ വില്ലേജിൽ നിന്നും വിളവെടുത്ത ജൈവ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ ലഭ്യമാക്കുക. സെൻട്രൽ ജയിലിലേക്ക് ഫോൺ എറിഞ്ഞു കൊടുത്തു. പനങ്കാവ് സ്വദേശി പിടിയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിൽ. പനങ്കാവ് സ്വദേശി അക്ഷയാണ് പിടിയിലായത്. പുകയില ഉൽപ്പന്നങ്ങളും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തി. വാർഡർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. ജയിൽ കോമ്പൗണ്ടിലേക്ക് കടന്നാണ് അക്ഷയ് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ചത്. ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ഷാഫിയുടെ വെട്ടുക്കിളിക്കൂട്ടം ഭീകരമായി ആക്രമിച്ചു. ഉമാ തോമസിന് ഡിവൈഎഫ്ഐ സംരക്ഷണമൊരുക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ച ഉമാ തോമസ് MLA-ക്കെതിരെ കടുത്ത സൈബർ ആക്രമണത്തിൽ ഉമാ തോമസിന് പിന്തുണയുമായി ഡിവൈഎഫ്ഐ. ഉമാ തോമസിൽ നിന്നും ഒരമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് ഉണ്ടായത്. എന്നാൽ ഷാഫിയുടെ അനുയായികൾ അത് നേരിട്ടത് ക്രൂരമായെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. ഷാഫിയുടെ വെട്ടുക്കിളിക്കൂട്ടം ഭീകരമായി ആക്രമിച്ചു. ആരെങ്കിലും ഇതിനെതിരെ കോൺഗ്രസിൽ എന്തെങ്കിലും പറഞ്ഞു? KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്കും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഷാഫിയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതെന്നും VK സനോജ് വ്യക്തമാക്കി. ഉമാ തോമസിന് ഡിവൈഎഫ്ഐ സംരക്ഷണമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് പുകയുയർന്നു. ബ്രേക്കിന്റെ റബ്ബർ ബുഷിൽ നിന്നാണ് പുകയുയർന്നത്. ട്രെയിൻ നിർത്തിയിട്ട് പ്രശ്നം പരിഹരിച്ച ശേഷം യാത്ര തുടർന്നു. വലിയ ശബ്ദം കേട്ടെന്ന് യാത്രക്കാർ പറഞ്ഞു. രാവിലെ 6 മണിക്ക് ട്രെയിൻ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് മാരാരിക്കുളം എത്തുന്നതിനു മുമ്പാണ് സംഭവം. വലിയ ശബ്ദം കേട്ടതോടെ പൊട്ടിത്തെറിയാണെന്ന് കരുതി യാത്രക്കാർ പരിഭ്രാന്തരായി. പുക ഉയർന്നതോടെ ഉടൻ തന്നെ ട്രെയിൻ നിർത്തി പ്രശ്നം പരിഹരിച്ച് ട്രെയിൻ യാത്ര തുടർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടിയെടുത്ത പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. MLA സ്ഥാനത്ത് രാഹുൽ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ രാജിയില്ലെന്നും സസ്പെൻഷനിൽ ഒതുക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അവധിയെടുക്കാൻ നിർദ്ദേശിച്ചേക്കുമെന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്നും സൂചനയുണ്ട്.